Hey Skibidi, you have 1,000 plus aura. Hey Pookie, 100 plus ഓറൊക്കെ കുറഞ്ഞല്ലോ. Hey Skibidi, എന്താ മോന്തം തെളിച്ചൊക്കെ ഉണ്ടല്ലോ. അത് പിന്നെ ബമ്പിളിന്നൊരു ഡേറ്റ് കിട്ടിയിരുന്നേ, അതിന്റെ ഒരു അതെങ്ങനെ ഡേറ്റിംഗ് ഒക്കെ ഉണ്ടോ? അവനൊരു ബേസ് ഫ്ലാഗാ. ഇനി അവന്റെ ഉദ്ദേശം ബ്രെഡ് ക്രമ്മിങ് ആണോന്ന് അറിയില്ലല്ലോ. ഇപ്പത്തെ ലവ് ബോംബിംഗ് ഒന്നും കണ്ടുവിടാൻ ഞാനില്ല. ഒരു സിറ്റുവേഷൻഷിപ്പിന് എനിക്ക് താല്പര്യമില്ല. പിന്നെ ചുമ്മാ ബെഞ്ച് ചെയ്ത് നോക്കാം, എന്താവെന്ന് അറിയാലോ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കാലമൊക്കെ കഴിഞ്ഞു. സിറ്റുവേഷൻഷിപ്പ്, ബ്രെഡ് ക്രംബിംഗ്, ലവ് ബോംബിംഗ്, ബേസ് ഫ്ലാഗ്, ബഞ്ചിങ്, കുഷനിങ്, കടൽ പോലെ പരന്നു കിടക്കുകയാണ് ജെൻസി ഡേറ്റിംഗ് വാക്കുകൾ. ഇനി നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നു സംശയിച്ചിരിക്കുകയാണോ? ഡോണ്ട് വറി, ഇപ്പൊ ശരിയാക്കി തരാം. ഓക്കെ. അയ്യോ വെയിറ്റ്, വീഡിയോയ്ക്ക് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ ഇട്ടേക്കാം. Situationship, breadcrumbing, love bombing leads to sleeplessness, self-doubt, insecurity and other emotional diseases. The producer of the content do not support any forms of these ships. ഞങ്ങളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലല്ല. ഞങ്ങളുടെ റിലേഷൻഷിപ്പിന് ലേബലില്ല. എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ അറിയില്ല. അതെ, സിറ്റുവേഷൻഷിപ്പ് പലരുടെയും നൈറ്റ്മെയർ. റിലേഷൻഷിപ്പ് എന്ന ലേബൽ ഇല്ലാതെ, നാളെ കൂടെ കാണുമെന്ന കമ്മിറ്റ്മെന്റ് ഇല്ലാതെ, ഇമോഷണലി അല്ലെങ്കിൽ സെക്ഷലി ഉള്ള ഒരു ബന്ധമാണ് സിറ്റുവേഷൻഷിപ്പ്. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കണം നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചത്. അവിടെ സ്നേഹബന്ധത്തിന് സ്ഥാനമില്ല. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഈ ഒരു ഷിപ്പിൽ അകപ്പെട്ടേക്കാം. ഇങ്ങനെ പെടുന്നവർക്കാണ് പണി കിട്ടുന്നത്. ഒരു മനോഹരമായ സുപ്രഭാതത്തിൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വാട്സപ്പ്, സ്നാപ്ചാറ്റ്, ഇൻസ്റ്റ ഒക്കെ ബ്ലോക്ക്. ഇതാരെ വിളിച്ച് പറയണമെന്നറിയില്ല. പറഞ്ഞാലും കേൾക്കാം, നിങ്ങളതിന് റിലേഷൻഷിപ്പിലല്ലല്ലോ. എങ്ങനെയാലും ഫ്രണ്ട്സിന്റെ ഫോണൊക്കെ ഒപ്പിച്ച് ആളെ വിളിച്ച് ചോദിച്ചാലും നമുക്ക് കേൾക്കാം, നമ്മൾ അതിന് റിലേഷൻഷിപ്പിലല്ലല്ലോ. അങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു സിറ്റുവേഷൻഷിപ്പ് അവസാനിക്കുക. പാർട്ട്ണറിന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയുമായി യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുക, പാർട്ട്ണർ ഇമോഷണലി അൺഅവൈലബിൾ ആയിരിക്കുക, മറ്റു വ്യക്തികളുമായി പ്രേമബന്ധം പുലർത്തുക, അവർക്ക് വേണ്ട സമയത്ത് മാത്രം നിങ്ങളുമായി ബന്ധപ്പെടുക, ഇതൊക്കെയാണ് കോമൺ സൈൻസ് ഓഫ് സിറ്റുവേഷൻഷിപ്പ്. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് വേണ്ടത് ഒരു കമ്മിറ്റഡ് അല്ലാത്ത നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ഹുക്കപ്പ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാത്രം സിറ്റുവേഷൻഷിപ്പിന് മുതിരുക. ഇല്ലെങ്കിൽ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുക. ചിലപ്പോഴൊക്കെ മെസ്സേജ് അയച്ച്, പിന്നെ 2 ദിവസം മിണ്ടാതിരുന്ന്, പിന്നെ ഒരു ഡേറ്റിനൊക്കെ പോയി, പിന്നെയും ബ്രേക്ക് എടുത്ത്, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വിളിച്ച്, ആൾക്ക് റിലേഷൻഷിപ്പിൽ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ സംശയമാണ്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണോ നിങ്ങൾ? എങ്കിൽ അതാണ് ബ്രെഡ് ക്രംബിംഗ്. പണ്ട് കുട്ടിക്കഥകളിലൊക്കെ കേൾക്കുന്ന പോലെ ഒരാൾക്ക് എത്തേണ്ടിടത്തെത്താൻ കുഞ്ഞു കുഞ്ഞു ബ്രെഡ് കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുന്ന രീതി. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളെങ്കിൽ സൂക്ഷിച്ചോ സീസർ, യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. ഇയാൾക്ക് ശരിക്കും എന്നെ ഇഷ്ടമാണോ? ഇതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് തന്നെയാണോ? ഇനി ആൾക്ക് വേറെ റിലേഷൻ ഉണ്ടോ? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയരുകയും പതിയെ ഇത് സെൽഫ് ഡൗട്ടിലേക്കും സംശയരോഗത്തിലേക്കും നീങ്ങുമെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് അടിക്കുന്നതാവും നല്ലതെന്നും സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കുന്നു. റിലേഷൻ തുടങ്ങി 2-ാം ദിവസമായപ്പോഴേക്കും നിങ്ങൾക്ക് 3 സർപ്രൈസ് ഗിഫ്റ്റുകൾ കിട്ടി. ദിവസം 3-4 മണിക്കൂർ ഫോൺ കോൾ, ലവ് ലെറ്ററുകൾ, റോസാപ്പൂക്കൾ. നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്തത്ര സ്നേഹം വാരി കോരി തരുന്നൊരു പാർട്ട്ണർ. കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം എല്ലാം നിന്നു. നിങ്ങൾക്ക് വേണ്ടത്ര സ്നേഹം കിട്ടാതായി. എന്നാൽ ആദ്യകാല സ്നേഹപ്രകടനം കൊണ്ട് റിലേഷനിൽ നിന്ന് പുറത്തു കടക്കാനും വയ്യാതായി. ഇതാണ് ലവ് ബോംബിംഗ്. പേര് പോലെ തന്നെ സ്നേഹം കൊണ്ടൊരു ബോംബ് അങ്ങിടും. പിന്നാലെ നിങ്ങളെ തകർക്കുകയും ചെയ്യും. പിന്നെ ആ സ്നേഹം കിട്ടാനായി അവർ പറയുന്നത് എന്തും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. ഈ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഉറപ്പിച്ചോ, യുവർ പാർട്ട്ണർ ഈസ് ലവ് ബോംബിംഗ്. ബോംബ് വെച്ച് തകർത്താലോ എന്നൊരു ആലോചന വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും ഈ ജെൻസി പിള്ളേർക്ക് ട്രൂ ലവ് ടേംസ് ഒന്നും ഇല്ലെന്ന്. അല്ലെങ്കിലും ട്രൂ ലവിന് എന്തിനാ ഇനി വേറെ വാക്ക്? പണികളാണല്ലോ പലതരം. എന്തായാലും പ്രേമിക്കുന്നതിന് മുന്നേ ഈ ടേംസ് ഒക്കെ പഠിച്ചിരുന്ന നിങ്ങൾക്ക് കൊള്ളാം.